നവവധുവായ ശശികല പൂക്കൾ കൊണ്ട് അലങ്കരിച്ച തന്റെ മണിയറയിൽ തന്റെ ഭർത്താവായ ശേഖറിനെയും കാത്തിരിക്കുകയാണ്. വരന്റെ വേഷത്തിൽ തന്നെ ശേഖർ മുറിയിലേക്ക് എത്തി. ശശികലയുടെ അടുത്ത് ചെന്നിരുന്നിട്ട് അവൾക്ക് ഒരു വജ്രമോതിരം സമ്മാനമായിട്ട് കൊടുത്തു. ശശികല, നിനക്കായി ഒരു വജ്രമോതിരം. ഈ വജ്രമോതിരം എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണോ? ആ, ഇത് എന്റെ വകയായി ആദ്യരാത്രിയുടെ സമ്മാനമാണ്. ശേഖർ, നീ എനിക്ക് സമ്മാനം തന്നല്ലോ. ഇനി നിനക്കെന്താ ഞാൻ തരേണ്ടത്? ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്താൽ മാത്രം മതി. ശശികലയുടെയും ശേഖറിന്റെയും ചിരികൾ പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. ശശി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, വേഗം വരണേ, എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ. ശേഖർ ബാത്റൂമിലേക്ക് പോയി. അതേസമയം ശശി തന്റെ മോതിരം നോക്കി സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ശേഖറിന്റെ നമ്പറിൽ നിന്നാണ് കോള് വരുന്നത്. ഇത് കണ്ടപ്പോൾ അവൾ വല്ലാതെ ഭയന്നു. ഹലോ ഹലോ ശശി, സോറി ശശി, ഞാനിന്ന് എൻ്റെ കൂട്ടുകാരോടൊത്ത് കുറച്ച് കൂടുതൽ കുടിച്ചു പോയി. അതുകൊണ്ടാ വരാൻ വൈകുന്നത്. പ്ലീസ് പ്ലീസ് ഒന്നും വിചാരിക്കില്ലേ. എന്നുവെച്ചാ നിങ്ങളിപ്പോ എവിടെയാ? ഞാനിവിടെ ഹോട്ടലിൽ തന്നെ ഉണ്ട്. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ വീട്ടിലെത്തും. ഓക്കെ? ശേഖറിന്റെ ഫോൺ കട്ടായി. ശശിക്ക് ആകെ ആശ്ചര്യമായിരുന്നു, അതോടൊപ്പം പേടിയും. അവൾ സ്വയം പറഞ്ഞു, ശേഖർ ഹോട്ടലിലാണെങ്കിൽ എന്റെ കൂടെ അപ്പോ ആരായിരിക്കും? അപ്പോഴൊരു ദുരാത്മാവ് ഭയാനകമായ ചിരിയോടെ അവിടേക്ക് എത്തിക്കൊണ്ട് പറഞ്ഞു, ഞാനൊരു ഭൂതമാണ്. ഞാൻ മൃതരുമായി കല്യാണം കഴിച്ചിട്ട് ജീവിക്കുന്നവരുമായി ഹണിമൂൺ ആസ്വദിക്കും. ഇനി ഞാൻ പോകട്ടെ എന്റെ പുതിയ വധുവിനെ തേടി. ശശി ഭൂതത്തിനെ കണ്ട് ബോധം കെട്ടു വീണു. ഭൂതം അപ്രത്യക്ഷമാവുകയും ചെയ്തു. ശശി തലേ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം പിറ്റേന്ന് ശേഖറിനോട് പറഞ്ഞു. ശേഖറും ആകെ പേടിച്ചുപോയി. ഒരു ഭൂതം തന്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുമോ? ശേഖർ ശശിയോട് മാപ്പ് പറഞ്ഞു. കാരണം ഇതെല്ലാം അവൻ വൈകിയത് കൊണ്ട് സംഭവിച്ചതാണല്ലോ. ശശിയും ശേഖറും പോലീസ് സ്റ്റേഷനിലെത്തി ഭൂതത്തിനെ പറ്റി പരാതി കൊടുത്തു. എന്ത്? നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം ഇതെല്ലാം ഒരു ഭൂതത്തിന്റെ പ്രവൃത്തികളാണെന്നാണോ? അതെ സാർ, ഇതെല്ലാം ആ ഭൂതത്തിന്റെ പ്രവൃത്തികളാണ്. എന്റെ രൂപമെടുത്താണ് അവൻ ഇതെല്ലാം ചെയ്തത്. ഇൻസ്പെക്ടർ സർ, താങ്കൾ എങ്ങനെ ആ ഭൂതത്തിനെ പിടിക്കും? മാഡം, നിങ്ങൾ അത് ആലോചിച്ച് വിഷമിക്കണ്ട. പോലീസിന്റെ കയ്യിൽ നിന്ന് ഇതുവരെ ആരും രക്ഷപ്പെട്ടിട്ടുമില്ല, ഇനി രക്ഷപ്പെടുകയുമില്ല. ഇതെല്ലാം ഞങ്ങൾക്ക് വിട്ടേക്കു. നീ ഈ ചെയ്ത പാപം നിന്നെ നരകത്തിലേക്ക് എത്തിക്കും. ഭൂതങ്ങൾക്ക് സ്വർഗവും നരകവും എന്നൊന്നുമില്ല. നീ എല്ലാ രാത്രിയിലും ഇതേ പാപം ചെയ്യുന്നു. ഇതൊരിക്കലും നല്ല കാര്യമല്ല. ഇത് പാപമൊന്നുമല്ല, എന്റെ ഇഷ്ടമാണ്. ഭദ്രമായി കല്യാണം കഴിക്കുകയും ജീവിച്ചിരിക്കുന്നവരുമായി ഹണിമൂൺ ആസ്വദിക്കുകയും ചെയ്യുന്നത്. ഇന്ന് രാത്രി എനിക്കൊരു പുതിയ മൃതശരീരവുമായി കല്യാണം കഴിക്കണം. നീ എന്റെ കൂടെ ആൺവീട്ടുകാരായി വരില്ലേ? ഞാൻ നിന്റെ പാപത്തിന്റെ പങ്ക് പറ്റാൻ കൂടെ ഉണ്ടാവില്ല. ഭൂതം തന്റെ ഭാര്യയോട് വഴക്കിട്ട് അവിടെ നിന്നും പോയി. അങ്ങനെ നടന്നു നടന്ന് ഒരു സിമിത്തേരിയിലേക്ക് എത്തി. ഒരു കല്ലറയ്ക്ക് മുകളിൽ ഫ്ലോറ എന്ന പേര് എഴുതിയിരിക്കുന്നു. ഭൂതം അതിനടുത്തേക്ക് ചെന്ന് നിന്ന് ചില മന്ത്രങ്ങൾ പ്രയോഗിച്ചു. ആ കല്ലറയിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ആത്മാവ് ഉയർന്നു വന്നു. അവളെ കണ്ടതും ഭൂതം സന്തോഷവാനായി. ഭൂതം ആ പെൺകുട്ടിയുടെ ആത്മാവുമായിട്ട് അടുത്തുള്ള ചർച്ചിലേക്ക് പോയി. അവിടെ വെച്ച് ആ പെൺകുട്ടിയുടെ ആത്മാവുമായിട്ട് ആ ഭൂതം വിവാഹം കഴിച്ചു. അതിനുശേഷം ആ പെൺകുട്ടിയെ അയാൾ ചേർത്ത് പിടിച്ചു. ഞാൻ ഇന്ന് പുതിയൊരു മൃതശരീരവുമായി കല്യാണം കഴിച്ചിരിക്കുന്നു. ഇനി ജീവിച്ചിരിക്കുന്നവളുമായി ഹണിമൂൺ. മോനയുടെ ഭർത്താവ് വിശാൽ മുറിയിലേക്ക് വന്നു.
എന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. മോന വിശാലിനെ ആശ്ചര്യത്തോടെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അയ്യോ വിശാൽ, നിന്റെ മുഖത്ത് ഇതെന്താ പറ്റിയത്? എന്ത് എന്ത് പറ്റി എന്ത് പറ്റി എന്റെ മുഖത്തിന്? ഒരു വലിയ കറുത്ത പാടുണ്ടല്ലോ. കറുത്ത പാടോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്താ കള്ളം പറയാണെന്നാ? നീ ദേഷ്യപ്പെടുന്ന എന്തിനാ? ഞാൻ കണ്ണാടിയിൽ നോക്കാം. നിൽക്ക്, ഞാൻ കണ്ണാടി എടുത്തോണ്ട് വരാം. മോന മേശയിൽ വെച്ചിരുന്ന കണ്ണാടി എടുത്ത് വിശാലിനെ കാണിച്ചു. വിശാൽ കണ്ണാടിയിലേക്ക് നോക്കിയതും അയാൾ ഞെട്ടിപ്പോയി. കാരണം കണ്ണാടിയിൽ വിശാലിന് തന്റെ ശരിയായ ഭൂതരൂപം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം ഭൂതം ആ കണ്ണാടിയിൽ ബന്ധിതനാവുകയും ചെയ്തു. ഭൂതം കണ്ണാടിയിൽ അകപ്പെട്ട് കിടന്ന് അലറി വിളിക്കാൻ തുടങ്ങി. ഇതെന്താ? നീ എന്നെ കണ്ണാടിയിൽ ബന്ധിപ്പിച്ചോ? ഇതൊരു മാന്ത്രിക കണ്ണാടിയാണ് മിസ്റ്റർ ഭൂതം. ചതി, എന്നോട് ചതി ചെയ്തിരിക്കുന്നു. ഈ ചതി ഞാനല്ല, ഇൻസ്പെക്ടർ സാറ് പറഞ്ഞിട്ടായിരുന്നു. ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള നിന്റെ ഈ ഹണിമൂൺ പരിപാടി ഇതോടെ അവസാനിച്ചു. മോന പെട്ടെന്ന് തന്നെ ആ കണ്ണാടിയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. പുറത്ത് പോലീസും ഓജ ബാബയും മോനയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഓജ ബാബ മോനയുടെ വീടിന് മുന്നിൽ തന്നെ ഹോമകുണ്ഡം തയ്യാറാക്കി മന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്നു. പോലീസ് ഇൻസ്പെക്ടറും അവിടെ തന്നെ ഉണ്ടായിരുന്നു. മോന മാന്ത്രിക കണ്ണാടിയുമായിട്ട് ഓജ ബാബയുടെ അടുത്തേക്കെത്തി. ബാബ, അങ്ങ് പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഭൂതം ഈ കണ്ണാടിയിൽ ബന്ധിതനാണ്. മോന, നീ ഈ ഭൂതത്തിനെ പിടിച്ചതോടുകൂടി ഒരുപാട് ആൾക്കാരുടെ ജീവനാണ് രക്ഷിച്ചത്. ഇതൊക്കെ ഞങ്ങള് പോലീസുകാരുടെ ഡ്യൂട്ടി അല്ലേ? ആ മോന മാഡം, ഇതോടുകൂടി നിങ്ങൾ ഒരു നല്ല പോലീസുകാരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പ്രമോഷന്റെ കാര്യം ഉറപ്പായി. സർ, ഈ ഭൂതത്തിനെ എന്താ ചെയ്യേണ്ടത്? ഈ ഭൂതത്തിന്റെ വിധി ഞാൻ നിശ്ചയിച്ചോളാം. എന്നോട് ക്ഷമിക്കൂ, ഞാൻ ഇനി ആരോടും ഈ പാപം ചെയ്യില്ല. എന്നെ വെറുതെ വിടൂ, എന്നെ വെറുതെ വിടൂ. നീ ഈ ഹോമകുണ്ഡത്തിൽ എരിഞ്ഞടങ്ങണം. അതാണ് നിനക്കുള്ള ശിക്ഷ. ബാബ ആ മാന്ത്രിക കണ്ണാടി എടുത്ത് ഹോമകുണ്ഡത്തിലേക്ക് ഇട്ടു. കണ്ണാടി അതിൽ വീണ നിമിഷം തന്നെ പൊട്ടിത്തകർന്നു. ഭൂതത്തിന്റെ ആത്മാവങ്ങനെ ആ തീയിൽ കത്തിച്ചാമ്പലാവുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു പെൺഭൂതം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ബാബാ, ഞാൻ ഈ ഭൂതത്തിന്റെ ഭാര്യയാണ്. താങ്കൾ എന്നെയും വേണമെങ്കിൽ ഭസ്മമാക്കിക്കൊള്ളൂ. ഇല്ല, നീ ഇവൻ ചെയ്ത പാപങ്ങളിൽ പങ്കാളിയല്ല. അതുകൊണ്ട് നിനക്ക് ഞാൻ ശിക്ഷയല്ല, മുക്തി തരും മോളെ, മുക്തി തരും. ഓജ ബാബ മന്ത്രം ഉരുവിട്ടുകൊണ്ട് പെൺഭൂതത്തിൽ ജലം തളിച്ചു. അവൾ മുക്തി നേടി ആകാശത്തിലേക്ക് പറന്നുയർന്നു. മൃതരുമായി വിവാഹം ചെയ്യുകയും ജീവിക്കുന്നവരുമായി ഹണിമൂൺ നടത്തുകയും ചെയ്യുന്ന ഭൂതത്തിന്റെ കഥ അങ്ങനെ കഴിഞ്ഞു.